ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ആരായിരുന്നാലും, ഏത് ഔദ്യോഗിക പദവിയിലായിരുന്നാലും നമ്മുടെ മക്കൾക്ക് വേണ്ടി സമയം കൊടുക്കുക എന്നതാണ്. മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ പുരോഗതി, അതിനാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗം നമ്മൾ ചെലവഴിക്കേണ്ടത്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ കാര്യം. പെൺകുട്ടികൾക്ക് മുത്തം കൊടുക്കുന്ന ഉമ്മമാര് കുറവാണ്. ഈ കുടുംബത്തിലുണ്ട് എന്നല്ല പറഞ്ഞത് കേട്ടോ, ഇത് നാട്ടുകല്ലിങ്ങൽ തറവാടുള്ള കുടുംബമാണ്, ഏറ്റവും തറവാടിത്തമുള്ള കുടുംബം. പെൺമക്കൾക്ക് മുത്തം കിട്ടിയിട്ട് കാലെത്രയായിട്ടുണ്ടാവുന്നത്? അവിടെ ആരൊക്കെ ഇരുന്ന് ചിരിക്കേണ്ട കുട്ടികൾ. കാരണം ഉമ്മ രാവിലെ ചൂലെടുത്താണ്ട് കൊടുക്കാണ് അടിക്കൂടെന്ന്, അല്ലെങ്കിൽ മോപ്പെടുത്ത് കൊടുക്കാണ് തുടക്കൂടെന്ന്. എന്നിട്ട് തുടച്ചിട്ട് എവിടെയെങ്കിലും എത്തിയിട്ടില്ലെങ്കിൽ അതിനെപ്പറ്റി മാത്രമേ ഉമ്മക്ക് പറയാനുള്ളൂ. ഈ തുടച്ചിട്ട് കാര്യമില്ല എന്ന് പറയും. എന്നാ തുടച്ചതിന് എന്തെങ്കിലും ഒരു കൈ കൊടുത്തിട്ടുണ്ടോ? കുട്ടികളെ മീൻ പൊരിക്കാന്ന് പറയും. ഞാൻ പറയാം, കുട്ടികൾക്ക് മീൻ പൊരിക്കൽ വിട്ടുകൊടുക്കണം എന്നാണ്. ഞാൻ പറയും, ഇജ്ജി പൊരിച്ചാൽ ശരിയാവില്ല എന്നറിയാം. കുട്ടികൾ യൂട്യൂബ് നോക്കിയിട്ടാണ് പൊരിക്കണത്. ഞാൻ പറയാം, നിങ്ങൾ പൊരിക്കണേനേക്കാളും ടോപ്പാവും. നിങ്ങളൊന്നും ഒരു ദിവസം എന്നാണ് വിട്ടുകൊടുത്ത് നോക്കി. കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചിലവാകുന്നുള്ളൂ. വെളിച്ചെണ്ണ നമ്മൾ പൊരിക്കണേനേക്കാൾ നമ്മൾ ഒപ്പിച്ചിട്ടായിരിക്കും വെളിച്ചെണ്ണ ഉണ്ടാക്കുക. ഞാൻ നാടൻ വർത്താനം പറഞ്ഞ നിങ്ങൾ ഇതാക്കണ്ട, അത് ഇതൊരു കാര്യത്തിലാണ് പറഞ്ഞേ. കാരണം കുട്ടികളുടെ ഗുരു ഇപ്പോൾ യൂട്യൂബാണ്. മീൻ പൊരിക്കൽ എങ്ങനെയാണ്? ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാണ്. എൻ്റെ മോൾ ആദ്യമായിട്ടൊരു മീൻ പൊരിച്ച്, ആദ്യമായിട്ട് പൊരിക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട്, തേങ്ങൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ആക്കിയിട്ട്. അപ്പം ഞാൻ വൈഫിനോട് വെച്ച് ഇത് ആരെ പൊരിച്ചതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അവള് പൊരിച്ചതാണ്. അപ്പം ഞാൻ വെറുതെ തമാശി പറഞ്ഞു, ഇനി പൊരി നിർത്തിക്കാൾ അവള് പൊരിച്ചാൽ മതി എന്ന് പറഞ്ഞു. തമാശി പറഞ്ഞതാണ്. ചിലപ്പോൾ ആദ്യമായിട്ട് കുട്ടികൾ ഉണ്ടാക്കുന്നതായിരിക്കും, അത് നേരെയാവും. അത് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. ചിലപ്പോൾ കുട്ടികൾ കേക്കിന് സാധനം പറയും. അപ്പൊ വാപ്പങ്ങനെ കൂട്ടി വെക്കും, 19 സാധനം കേക്കിന് എഴുതവരും. ഇതെല്ലാം കൂടി കൊടുത്തിട്ട് എന്തിനാ കേക്ക്? പുറത്തുനിന്ന് കേക്ക് വരുന്നതിനേക്കാൾ നമ്മുടെ കുട്ടികൾക്ക് ഫെസിലിറ്റി, വലിയ പൈസ ഒന്നും ചെലവാക്കണ്ട, പക്ഷെ കുട്ടികളെ അപ്രിഷിയേഷൻ കൊടുക്കണം. എന്തുകൊണ്ടാണ് ക്ലാസ് റൂമിലെ ആദ്യത്തെ 2 കുട്ടികൾ ഇത്ര പഠിക്കുന്നത്? ആദ്യത്തെ 2 കുട്ടികൾ എന്നും പഠിപ്പിച്ചായിരിക്കും. എന്തുകൊണ്ടാണെന്നറിയാം? നമ്മളൊക്കെ പഠിച്ചു വന്നത് ഓർമ്മയില്ല നിങ്ങൾക്ക്? ആ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന 2-3 ആൾക്കാർ ഭയങ്കര പഠിപ്പായിരിക്കും. എന്താ കാര്യം എന്നറിയോ? അവർക്ക് സ്പെഷ്യൽ ബ്രെയിൻ ഉണ്ടായിട്ടല്ല, അപ്രിഷിയേഷൻ കിട്ടുന്നത് കൊണ്ടാണ്. മാത്സിന്റെ ടീച്ചർ വരും, ചെയ്തില്ലേ? അവരോടൊരു കാര്യം ചോദിക്കലേ, ചെയ്തില്ലേ? അപ്പൊ എന്നിട്ട് എന്തായാലും ഉഷാറായിട്ടുണ്ട്. എന്നിട്ട് നമ്മളോടൊക്കെ പാടെ ചോദിക്കും, നമ്മൾ ബാക്ക് ബെഞ്ചിലല്ലേ ഉണ്ടായിരുന്നത്, നമ്മളോട് ചോദിക്കും, നിങ്ങൾക്കൊക്കെ കിട്ടിയോന്ന് ചോദിക്കും. യെസ് എന്ന് പറയും. ആര് അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് മനസ്സിലായോന്ന് ചോദിക്കും. യാ എന്ന് പറയും. നമ്മൾ എന്ത് മനസ്സിലായി? ഈ കണക്ക് മനസ്സിലാവൂല എന്നുള്ളത് മനസ്സിലായി. നമ്മൾ ടാനും കോസും തീറ്റൊക്കെ കഴിഞ്ഞിട്ടല്ലേ വന്നിരിക്കണം. നമുക്ക് ആർക്കെങ്കിലും അറിയപ്പോ അതെന്താന്ന്? അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ ഉയർന്നുകൊണ്ടേയിരിക്കും. നമ്മളെ കുടുംബത്തിൽ ഈ കുടുംബത്തിൽ ഉണ്ടാകില്ല, എവിടെയോ മദ്യപിക്കുന്ന ഒരാളുണ്ടെന്ന് കരുതി ടോട്ടലി മദ്യപിക്കുന്നത് പോലെ നമ്മൾ പ്രസംഗിക്കരുത്. ആ ആളുകളെ മാത്രമേ നമ്മൾ കൈകാര്യം ചെയ്യാവൂ. അവനെ ഒറ്റപ്പെടുത്തരുത്. അവന്റെ തോളത്ത് കൈവച്ചുകൊണ്ട് മാറ്റാനാ നമ്മൾ നോക്കണ്ടേ. ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഇഫ് ക്ലോസ് വെച്ചിട്ട് പറയണം, ഉണ്ടാകില്ല, ഉണ്ടെങ്കിൽ അയാൾ അകറ്റി നിർത്തലല്ല, ഭ്രഷ്ട് കൽപ്പിക്കലല്ല, എങ്ങനെയെങ്കിലും കൂടെ കൂട്ടിയിട്ട് ചെയ്യേണ്ടതാണ്. ഞാനേതോ 1-2 സംസാരത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം, ഇറാനിൽ വന്ന ചെറുപ്പക്കാരൻ മദീനയുടെ ഭാഗത്ത് വെച്ചിട്ട് മദ്യപിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ, ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞാൽ ആരാണ്? ഭൗതികപരമായിട്ട് പറഞ്ഞാൽ തന്നെ എ സിംഗിൾ സ്പിരിച്വൽ ഡൊമിനിയൻ ആൻഡ് 20 ഫിസിക്കൽ കിങ്ഡംസ് എന്നാണ്. 20 ഭൗതിക രാജ്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ആത്മീയ ലോകമായി ഭരിച്ച ചക്രവർത്തി. 20 രാജ്യങ്ങളുടെ ചക്രവർത്തിയാണ്. ഇറാനും ഇറാഖും ഈ പറയുന്ന ഈജിപ്തും അതേപോലെ തന്നെ ഈ പറയുന്ന സൗദി അറേബ്യ അടക്കമുള്ള 20 രാജ്യങ്ങളെ ഒന്നിച്ചു ഭരിക്കാൻ ഭാഗ്യം കിട്ടിയ ചക്രവർത്തിയുടെ പേരാണ് ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല. ആ ഭരണകാലഘട്ടത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം 2.5 കൊല്ലമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഭരിച്ചത്. 10.5 വർഷമാണ് ഉമർ റളിയല്ലാഹു തആല ഭരിച്ചത്. കൃത്യമായി പറഞ്ഞാൽ 10 വർഷവും 6 മാസവും 12 ദിവസവും, ഇങ്ങനെയാണ് കണക്ക്. അതിനിടക്കായി ചെറുപ്പക്കാരൻ ദീന് പഠിക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ യഥാർത്ഥത്തിൽ ദീനിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നേ ഉള്ളൂ. പക്ഷെ ആ ചെറുപ്പക്കാരൻ മദ്യപിക്കുന്നത് കാണാൻ ഉമർ റളിയല്ലാഹു തആല കാണാത്തതുപോലെ നടന്നു പോകുന്ന വഴിക്ക് ഉമർ റളിയല്ലാഹു തആല കരയുന്നുണ്ടായിരുന്നു. ഇത് മദീനയാണ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന. അന്നത്തെ ശിക്ഷ എന്താണെന്നറിയോ? ഉസ്തുവാന എന്ന് പറഞ്ഞ തൂണാണ്. ഇന്ന് മസ്ജിദ് നബവിയിൽ കുറെ ഉസ്തുവാനകളാണ്. ഉസ്തുവാനയിൽ കെട്ടിയിട്ട് ചാട്ട കൊണ്ടടിക്കണമെന്നാണ് ശിക്ഷ. എന്നിട്ട് മദീനയിൽ നിന്ന് പുറത്താക്കണം മുസ്ലിമാണെങ്കിൽ എന്നാണ്. മറ്റുള്ളവർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഉമർ റളിയല്ലാഹു തആല കരഞ്ഞു പ്രാർത്ഥിച്ചു. 1 മാസക്കാലത്തേക്ക് ഈ ചെറുപ്പക്കാരൻ അങ്ങോട്ട് വന്നില്ല. 1 മാസം കഴിഞ്ഞ് വന്നപ്പോ ഉമർ റളിയല്ലാഹു തആല കാണാണ് ബാക്കിലിരിക്കുന്ന ഈ ചെറുപ്പക്കാരനെ. മാടി വിളിച്ചു അടുത്തേക്ക്. ഈ ചെറുപ്പക്കാരൻ പറയുന്നു, ഞാൻ അടുത്തേക്ക് ഇങ്ങനെ നടന്നപ്പോ
എന്റെ മനസ്സിൽ ഇപ്പോൾ കെട്ടിയിടും, എന്നെ ചാട്ട കൊണ്ടടിക്കും, എന്നെ മദീനയിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ വിചാരിച്ച് ഞാൻ അടുത്തേക്ക് നടന്നപ്പോ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല മിമ്പറിൽ വെച്ചിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് മെല്ലെ ചെവിയിൽ പറഞ്ഞു, മോനെ, നീ മദ്യപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്. ഈ ചെറുപ്പക്കാരൻ തിരിച്ചങ്ങോട്ട് പറഞ്ഞു കരഞ്ഞുകൊണ്ട്, സ്വകാര്യം, നിങ്ങൾ വലിയ മാന്യനാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു എനിക്കറിയാം, എന്നെ വഷളാക്കില്ലെന്ന് എനിക്കറിയാം. ഞാനിതാ സത്യം ചെയ്തു പറയുന്നു, അതിനുശേഷം ഞാൻ മദ്യപിച്ചിട്ടേയില്ല, ഇനി എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ മദ്യപിക്കുകയുമില്ല. ആ ആള് മാറുന്നത് ആ ഒരൊറ്റ രംഗം കൊണ്ടാണ്. അതുകൊണ്ട് ആരെടുത്തെങ്കിലും എന്തെങ്കിലും ഒരു വീക്ക്നെസ് കാണുമ്പോൾ അവനെ ഭ്രഷ്ട് കൽപ്പിക്കലല്ല, അവനെ നമ്മൾ കൂടെ കൂട്ടണം. അവനെ ഒറ്റപ്പെടുത്താതെ ഒറ്റക്ക് ചേർത്ത് ചാർത്തിയിട്ട് സ്വകാര്യതയിൽ അവനെ തിരുത്തണം. അങ്ങനെ കുടുംബത്തിലെ ഓരോ ആളുകളും വലിയ ബന്ധങ്ങളായിരിക്കണം ഉണ്ടാകേണ്ടത്. ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ഉമ്മമാരിയ്ക്കുന്നുണ്ടാവും. ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് പറയുന്നതാണ്. പക്ഷെ ഒറ്റക്കാരൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞോട്ടെ, ഇവിടെ ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. വലിയ ബിസിനസ്സുകാരനാണ് നമ്മളെ ഫായിദ ഇക്കൊക്കെ. ഇങ്ങനെ പല ബിസിനസ്സുകാരുണ്ടാവും. നമ്മുടെ ബിസിനസ് ഉദ്ഘാടനം ചെയ്യേണ്ടത്, നമ്മുടെ വീടിന്റെ ആദ്യത്തെ ചാവി തിരിക്കേണ്ടത് സ്വന്തം മാതാവായിരിക്കണം. നിങ്ങൾ ഉസ്താദുമാരെ വിളിച്ചോ, തങ്ങന്മാരെ വിളിച്ചോ, നിങ്ങൾ ചെല്ലേണ്ടതൊക്കെ ചൊല്ലിക്കോ, എന്തൊക്കെയാണോ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ അതൊക്കെ നടക്കട്ടെ. അത് 10 മണിക്കോ 6 മണിക്കോ 7 മണിക്കൊക്കെ നടക്കട്ടെ. പക്ഷേ അതിരാവിലെ 4 മണിക്കാണ് നമ്മുടെ വീട് നമ്മൾ തുറക്കുന്നതെങ്കിൽ ഉമ്മന്റെ കയ്യിലായിരിക്കണം ചാവി കൊടുക്കേണ്ടത്. ഫസ്റ്റ് ഓപ്ഷൻ ഉമ്മയാണ്, സെക്കൻഡ് ഓപ്ഷൻ ഉപ്പയാണ്. ഞാനൊരു ഉപ്പയായിരുന്നിട്ടും പറയാം, ഫസ്റ്റ് ഓപ്ഷൻ ഉമ്മയാണ്. ഉമ്മയുടെ കയ്യിലേക്ക് അതങ്ങോട്ട് കൊടുത്തിട്ട് നമ്മുടെ വീടിന്റെ താക്കോലിങ്ങനെ തിരിക്കുമ്പോ അറിയാതെ കണ്ണിലേക്കൊന്ന് നോക്കണം. നിങ്ങൾ കണ്ണിങ്ങനെ ഒലിക്കുന്നുണ്ടാവും. കാരണം അത് ആ ഒരു ദിവസത്തിന്റെ ഒരു പ്രാർത്ഥന മാത്രമല്ല, എത്രയോ വർഷങ്ങളായിട്ട് നിസ്കാരപ്പാല ഇരുന്നിട്ട് ഈ പാവം പ്രാർത്ഥിക്കാണ്, എന്റെ മോനൊരു വീട് കൊടുക്കണേന്ന്. ഇതിലും വലിയ ഉദ്ഘാടകയെ നമുക്ക് എവിടുന്ന് കിട്ടാനാണ്? നമ്മളെല്ലാവരും വീട് വെച്ചിട്ടുണ്ടാവും മിക്കവാറും, പക്ഷെ ഉമ്മയുടെ കയ്യിൽ നമ്മൾ ചാവി കൊടുത്തിട്ടുണ്ടാവില്ല. ഉമ്മയാണ് അത് ചെയ്യേണ്ടത്, ഉമ്മയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. പള്ളിക്കാരും മദ്രസക്കാരും പിരിവിന് വരികയെന്ന് വിചാരിക്കും. നമ്മൾ വലിയ ബിസിനസ്സുകാരനാണ് എന്ന വിചാരത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നേരെ 50,000, 1 ലക്ഷം, 2 ലക്ഷം എടുത്ത് കൊടുക്കും. പക്ഷെ നമ്മൾ അവരോട് പറയുന്നത്, നിങ്ങൾ ഉപ്പാനെ വന്ന് കണ്ടോളിന്നാണ്. അങ്ങനെ ഡയറക്റ്റ് ചെയ്യണം ഉപ്പയിലേക്ക്. അങ്ങനെ പിന്നെ കമ്മിറ്റിക്കാർ വരുന്ന ഉപ്പാന്റെ അടുത്തേക്ക്, ഉപ്പെടുത്തിട്ട് 1 ലക്ഷം കൊടുക്കണ്ടേ? നമ്മളല്ല കൊടുക്കേണ്ടത്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം, ഉപ്പ ജീവിച്ചിരിക്കുന്ന കാലം നമ്മുടെ എല്ലാ സംഭാവനകളും കൊടുക്കേണ്ടത് നമ്മുടെ ഉപ്പ വഴിയാണ്. അതിന് 2 പ്രതിഫലമുണ്ട്. ഒന്ന് ഉപ്പനെ ആദരിച്ചതിന്റെ പ്രതിഫലം, 2 നമ്മൾ നൽകി എന്നതിന്റെ പ്രതിഫലം, മറ്റൊരു പ്രതിഫലം അതിന് ഇഖ്ലാസോട് കൂടിയിട്ട്. കാരണം നമ്മൾ കൊടുക്കുമ്പോഴല്ലേ നമുക്ക് അഹങ്കാരം വരുള്ളൂ. ഉപ്പ വഴി കൊടുത്തേക്കുക. അങ്ങനെ ഉപ്പമാരെ ആദരിക്കാനും ഉമ്മമാരെ ആദരിക്കാനും പറ്റുമ്പോഴാണ് ഞാൻ ഇപ്പൊ പുതിയ തലമുറയോടാ പറയുന്നത്. കാരണം അവരില്ലെങ്കിൽ നമുക്ക് ജീവിതമില്ല. ഞാൻ പറയാ, എൻ്റെ ഉമ്മ മരിച്ചതുകൊണ്ട് ഞാൻ പറയാണ്, അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് ഉമ്മ മരിച്ചു പോയാൽ ജീവിതത്തിന്റെ പാതി പോയി എന്നാണ് എൻ്റെ ഒരു വെപ്പ്. ഉമ്മ മരിച്ചുപോയ ജീവിതത്തിന്റെ പാതി പോയി. കാരണം കാത്തിരിക്കാൻ അങ്ങനെ ഒരാൾ വേറെയില്ല, ലോകത്തിൽ ഒരാൾക്കും അതിന് കഴിയില്ല. നമ്മുടെ ഉമ്മ ചിലപ്പോൾ നമ്മളോട് ശാഠ്യം പിടിച്ചിട്ടുണ്ടാവും, വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മൾ അടിച്ചിട്ടുണ്ടാവും. പക്ഷെ മാതാക്കൾക്ക് പകരം വെക്കാൻ ഒരാളില്ല. ചെറുപ്പത്തിൽ 20-22 വയസ്സിലൊക്കെ പ്രസംഗം കഴിഞ്ഞ് വരുമ്പോ എന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറും. രാത്രി 2 മണിക്കായിരിക്കും നേരം. പതനിസ്വനം കേൾക്കുമ്പോ, കാലടിപ്പാടിന്റെ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഉമ്മ ഉണർന്നിട്ടുണ്ടാവും. വാതിൽ പോയി മുട്ടേണ്ട ആവശ്യം പോലുമില്ല. കാരണം പാവങ്ങൾ കാത്തിരിക്കുകയാണ്. എപ്പോഴാ മക്കൾ വരികയെന്ന് കാത്തിരിക്കാൻ. ആ ഉമ്മമാരെയാണ് നമ്മളിങ്ങനെ കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തുന്നത് പുതിയ തലമുറ. എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഉമ്മമാരെ ആദരിക്കാനും ഉപ്പമാരെ ബഹുമാനിക്കാനും കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ കാഴ്ചപ്പാട് വികസിതമാകുന്നു.